കെ.പി.സി.സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയിൽ നിന്ന് വി.ടി. ബൽറാമിനെ നീക്കിയിട്ടില്ലെന്ന് കെ.പി.സി.സി നേതൃത്വം. ബൽറാം രാജിവെച്ചു എന്ന വാർത്തകളെയും കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തള്ളി. എക്സിൽ പോസ്റ്റിടാനായി നിയോഗിച്ചിരിക്കുന്ന പ്രൊഫഷണൽ സംഘത്തിന് പറ്റിയ വീഴ്ചയാണെന്ന വി.ടി. ബൽറാമിന്റെ വിശദീകരണം കെ.പി.സി.സി അംഗീകരിച്ചു. ഓൺലൈനിൽ ചേർന്ന കെ.പി.സി.സി നേതൃയോഗത്തിലാണ് എക്സ് പോസ്റ്റിലെ ബീഹാർ ബി.ഡി വിവാദത്തിൽ വി.ടി. ബൽറാം വിശദീകരണം നൽകിയത്. പോസ്റ്റിടാനായി ചുമതലപ്പെടുത്തിയിരുന്ന അനുഭാവികൾ അടങ്ങുന്ന പ്രൊഫഷണൽ സംഘത്തിന് പറ്റിയ വീഴ്ചയാണെന്ന് വി.ടി. ബൽറാം യോഗത്തെ അറിയിച്ചു. ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പോസ്റ്റ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയത് താനാണ്. എന്നിട്ടും തനിക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നുവെന്ന് വി.ടി. ബൽറാം യോഗത്തെ അറിയിച്ചു. മറ്റു തിരക്കുകൾ മൂലം ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയിൽ നിന്നും തന്നെ ഒഴിവാക്കി തരണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടതും ബൽറാം ചൂണ്ടിക്കാട്ടി. ബൽറാമിന്റെ വിശദീകരണങ്ങൾ അംഗീകരിച്ച നേതൃത്വം കെ.പി.സി.സി അധ്യക്ഷൻ തന്നെ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വി.ടി. ബൽറാമിനെ പിന്തുണച്ചുകൊണ്ടുള്ള കെ.പി.സി.സി അധ്യക്ഷന്റെ പ്രസ്താവന. അതിന്റെ പേരിൽ വി.ടി. ബൽറാമിനെ അവഹേളിക്കാമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ തെറ്റുപറ്റി. വി.ടി. ബൽറാം കോൺഗ്രസിന്റെ കെ.പി.സി.സിയുടെ വൈസ് പ്രസിഡന്റാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെയാണ് ഈ ചുമതല. ഇതിൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ല. അത് ക്ലിയർ ആക്കിയതാണ്. ബൽറാമിനെ പദവിയിൽ നിന്നും നീക്കി എന്നുള്ള പ്രചാരണങ്ങളെ പൂർണ്ണമായും തള്ളിയ സണ്ണി ജോസഫ് ബൽറാമിന്റെ വാദങ്ങളെ ശരിവെച്ചു. ബൽറാമിന്റെ കൂടി നിർദ്ദേശപ്രകാരം ഡിജിറ്റൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കും. അതുവരെയും ബൽറാം തന്നെ ചുമതലയിൽ തുടരുമെന്നും ഇതോടെ വ്യക്തമായി. ദേശീയ വിഷയങ്ങളിൽ സ്വന്തം നിലയ്ക്ക് പ്രതികരിക്കേണ്ടതില്ലെന്ന് ഡിജിറ്റൽ മീഡിയ സെല്ലിന് കെ.പി.സി.സി നേതൃത്വം നിർദ്ദേശം നൽകി. എ.ഐ.സി.സി നിലപാട് തന്നെ അവതരിപ്പിച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം. കേരള കാര്യങ്ങളിൽ നേതൃത്വവുമായി ആലോചിച്ചു വേണം പോസ്റ്റുകൾ തയ്യാറാക്കാനെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.